വെരി ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യൂപ്ലസ് അക്കാഡമി. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇത് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഫെഡറലിസം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ഭാഗത്ത് നിന്ന് നിരവധി തവണ ചോദിക്കുന്നതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ ഒരു ഭാഗമാണ് ഫെഡറലിസം. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു മേഖലയാണ് ഇത് ഫെഡറലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചതുകൊണ്ട് യാതൊരു രീതിയിലുള്ള ദോഷവും ഉണ്ടാകുന്നില്ല, യാതൊരു നഷ്ടവും നമുക്ക് വരുന്നില്ല. പകരം ഇത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് ഈ പറയുന്ന ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ ഫെഡറലിസം അല്ലെങ്കിൽ ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് അതിനെ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങളാണ് ഒരു സ്റ്റേറ്റിന് വേണ്ടത് അല്ലെങ്കിൽ ഒരു ഫെഡറൽ സ്റ്റേറ്റിന് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനിയും അവസാനമായി നമ്മൾ നോക്കുന്ന മറ്റൊരു കാര്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഒരു പ്യുവറായിട്ടുള്ള ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണോ, അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സ്വഭാവം അത് കാണിക്കുന്നുണ്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഇത് അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു ഭാഗത്ത് ആദ്യം നോക്കാൻ പോകുന്നത്, നമുക്കറിയാം ലോകത്ത് പല ടൈപ്സ് ഓഫ് ഗവൺമെൻറ് ഉണ്ടല്ലേ, ടൈപ്സ് ഓഫ് ഗവൺമെൻറ് ഉണ്ട് അല്ലെങ്കിൽ ഫോം ഓഫ് ഗവൺമെൻറ്റ്സ് ഉണ്ട്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില രാജ്യങ്ങളിൽ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് ആയിരിക്കും, ചില രാജ്യങ്ങളിൽ ഡിക്റ്റേറ്റർഷിപ്പ് ആയിരിക്കും അല്ലെങ്കിൽ മൊണാർക്കി ആയിരിക്കും, മൊണാർക്കിക്കൽ ഫോം ഓഫ് ഗവൺമെൻറ്. ഓക്കെ, അതുപോലെ തന്നെ ചില രാജ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രസിഡൻഷ്യൽ സിസ്റ്റം ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക, അല്ലേ, അതൊരു ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു സിസ്റ്റമാണുള്ളത്. അപ്പോൾ പല ഫോം ഓഫ് ഗവൺമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള രണ്ട് പ്രധാനപ്പെട്ട ഫോം ഓഫ് ഗവൺമെൻറ്റ്സ് ആണ് എന്ത്, യൂണിറ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റും ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. ഓക്കെ, ടു ടൈപ്സ് ഓഫ് ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ ടു ഫോംസ് ഓഫ് ഗവൺമെൻറ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ലോകത്തിൻ്റെ പല ഭാഗത്തും ചില സ്റ്റേറ്റൊക്കെ എന്താണ്, ചില രാഷ്ട്രങ്ങളൊക്കെ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ് അല്ലെങ്കിൽ യൂണിറ്ററി സ്വഭാവം കാണിക്കുന്നുണ്ട്, ചിലത് ഫെഡറൽ സ്വഭാവം കാണിക്കുന്ന ഗവൺമെൻറ്റുകളാണുള്ളത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തുള്ള ഈ രാഷ്ട്രങ്ങളെ നമ്മൾ യൂണിറ്ററി സ്റ്റേറ്റ് എന്നും ഫെഡറൽ സ്റ്റേറ്റ് എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഫെഡറൽ സ്റ്റേറ്റാണ് അല്ലെങ്കിൽ ഫെഡറലിസം ആണ് ഇന്ത്യയിലുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന യൂണിറ്ററി അതുപോലെ തന്നെ ഫെഡറലിസം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തരംതിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇത് രണ്ടും എന്താണ്, രണ്ട് ടൈപ്സ് ഓഫ് ഗവൺമെൻറ് ആണ്. ഓക്കെ, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഓൺ ദ ബേസിസ് ഓഫ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, റിലേഷൻ ബിറ്റ്വീൻ ദ നാഷണൽ ഗവൺമെൻറ് ആൻഡ് റീജിയണൽ ഗവൺമെൻറ് അല്ലെങ്കിൽ എന്ത് പറയും, പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് എന്ന് പറയും. ശരിയല്ലേ? അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഗവൺമെൻറ് ഫെഡറൽ ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ യൂണിറ്ററി ഗവൺമെൻറ് ആണോ നമ്മൾ പറയുക, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം അതായിരിക്കും അല്ലേ. ഓക്കെ, മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും, ഒരു രാജ്യത്ത് എന്തുണ്ടായിരിക്കും, ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കും അല്ലേ, സെൻട്രൽ പവർ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ സെൻട്രൽ പവറിൻ്റെ കീഴിൽ എന്തുണ്ടായിരിക്കും, നിരവധിയായിട്ടുള്ള റീജിയണൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ്റുകൾ നമ്മൾ പറയുന്ന ഗവൺമെൻറ്റുകൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കേന്ദ്രമുണ്ട്, ഓക്കെ, കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് അല്ലെങ്കിൽ സെൻട്രൽ പവറുണ്ട്. ഇതിന് കീഴിൽ എന്തുണ്ട്, ഓരോരോ സ്റ്റേറ്റുകളുണ്ട്. കേരളം ഒരു സ്റ്റേറ്റാണ്, തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ബംഗാൾ, ഇതൊക്കെ എന്താണ്, സ്റ്റേറ്റാണ് അല്ലേ. ഇതിനെയൊക്കെയാണ് നമ്മൾ ലോക്കൽ ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ റീജിയണൽ ഗവൺമെൻറ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കേന്ദ്രവും അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തിനെ അടിസ്ഥാനപ്പെടുത്തി, ലോകത്തിൻ്റെ ഏത് ഭാഗത്തെയും കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, ബന്ധത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇവർ തമ്മിൽ ഏത് രീതിയിൽ പെരുമാറുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് പറയുന്നത്, ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു രാഷ്ട്രം യൂണിറ്ററി ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെൻറ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ലോകത്തുള്ള ചില യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാവും. ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് യൂണിറ്ററി ഫോം ഓഫ് ഉള്ള ഒരു ഗവൺമെൻറ് ആണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്. മിക്ക ബഹുഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം ഗവൺമെൻറ് സിസ്റ്റവും ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ കടം എടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ എന്ത് കടം എടുത്തില്ല? ബ്രിട്ടൻ്റെ യൂണിറ്ററി ഫോം കടം എടുത്തില്ല. എന്തായിരിക്കാം കാരണം? എന്തായിരിക്കാം? ബ്രിട്ടൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ് അല്ലേ, അവർക്കത് മതി, യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് മതി. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു ബൃഹത്തായിട്ടുള്ളൊരു രാജ്യമാണ്, വലിയ രീതിയിലുള്ള ഡൈവേഴ്സിറ്റീസൊക്കെ ഉള്ളൊരു രാജ്യമാണ് അല്ലേ, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടൊക്കെ കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എന്ത് വേണം? ഒരു ഫെഡറൽ ഗവൺമെൻറ് വേണം. ഇപ്പോൾ രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടനിലെ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണുള്ളത്. ഓക്കെ, പക്ഷേ ഇന്ത്യയിലെ ഈ പറയുന്ന ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ് സ്ഥാപിച്ചത് തന്നെ ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ സമയത്താണ് ഇന്ത്യ അതിൻ്റെ ഒരു ഫെഡറൽ സ്ട്രക്ചറിലേക്ക് ഇന്ത്യ കയറി വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം, ജസ്റ്റ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസ് യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഉള്ളൊരു രാജ്യമാണ്. ജപ്പാൻ, അതുപോലെ തന്നെ ചൈന, ഇറ്റലി, ബെൽജിയം, നോർവേ, സ്വീഡൻ, സ്പെയിൻ, ഇതെല്ലാം എന്താണ്? യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഉള്ള ഒരു ഓരോ രാജ്യങ്ങളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ദെൻ ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ് ഉള്ള രാജ്യങ്ങൾ ഏത്, അല്ലെങ്കിൽ ഫെഡറൽ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് വളരെ ഇമ്പോർട്ടൻറ്റ്, യു എസ് ഒരു എന്താണ്? ഫെഡറൽ സ്റ്റേറ്റാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ US ഒരു ഫെഡറൽ സ്റ്റേറ്റാണ്. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ് ഫെഡറൽ സ്റ്റേറ്റാണ്. ഓസ്ട്രേലിയ, കാനഡ, റഷ്യ, ബ്രസീൽ, അർജൻറ്റീന, ഇതെല്ലാം എന്താണ്? ഫെഡറൽ സ്റ്റേറ്റാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? സെൻട്രൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എന്തായിരിക്കും? ഭയങ്കര പവർഫുള്ളായിരിക്കും. ഓക്കെ, ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രലും ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ അവിടുത്തെ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ്റുകളും പവർഫുള്ളായിരിക്കും. ഓക്കെ, രണ്ട് കൂട്ടർക്കും തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അവിടെ എന്തുണ്ടാകുന്നില്ല? ഒരു ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് വലിയൊരു ആധിപത്യത്തിലേക്ക് അവിടെ പോകുന്നില്ല. എവിടെ? ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ് ഉള്ള രാജ്യങ്ങളിൽ. ഓക്കെ, നേരെ എതിരായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്ററി ഫോമിൽ എന്താണ്? ശക്തമായിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നീട് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്ന കാര്യം, യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഉള്ള രാജ്യങ്ങളെന്ന് പറയുന്നത് ഏകദേശം ഒരു ഡിക്റ്റേറ്റർഷിപ്പ് സ്വഭാവം കാണിക്കുന്ന രാജ്യങ്ങളായിരിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിടികിട്ടും അല്ലേ? ഒരു എന്താ പറയുക, ഒരു ഏകാധിപത്യ സ്വഭാവം കാണിക്കുന്ന രാജ്യങ്ങളായിരിക്കും എന്ന് മനസ്സിലാവും അല്ലേ? അതേസമയം ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഫെഡറൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറച്ചുകൂടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ. ഇപ്പോൾ US നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ലോകത്ത് തന്നെ ജനാധിപത്യത്തിൻ്റെ ഒരു ആധുനിക ജനാധിപത്യത്തിൻ്റെ പുതിയൊരു വെളിച്ചം വീശിയ ഒരു പ്രദേശമായിരുന്നു ഇത് USA എന്ന് പറയുന്നത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്. ശരിയല്ലേ? അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ മോഡേൺ ഡെമോക്രസി കുറേ കൂടെ ഡെവലപ്ഡായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ USA എന്താണ്? ഒരു ഫെഡറൽ സ്റ്റേറ്റാണ്, ഒരു ഫെഡറൽ സ്വഭാവം കാണിച്ചു. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ഫെഡറൽ സ്വഭാവം തന്നെ അല്ലേ, മറ്റുള്ളവരെ കേൾക്കുക, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമല്ല സംസ്ഥാനങ്ങൾക്കും അധികാരമുണ്ട്, അവരുടെ അധികാരങ്ങൾ നമ്മൾ കേൾക്കണം, അവരിൽ നിന്നും പല ആശയങ്ങൾ സ്വീകരിക്കണം എന്നുള്ള ഫെഡറൽ ചിന്താഗതി. ഓക്കെ, ഇത് ശരിക്കും ഒരു ഡെമോക്രാറ്റിക് തിങ്കിങ് അല്ലേ? ശരിയല്ലേ? ഇത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ഇത്രയേ ഉള്ളൂ. യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് കൂടുതലായിട്ടൊരു ഏകാധിപത്യ സ്വഭാവം കാണിക്കുന്ന ഗവൺമെൻറ്റുകളായിരിക്കും. ഏകദേശം എന്നേ പറയുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ചൈന ഒരു എന്താണ് ഒരു ഏകാധിപത്യ രാജ്യമാണ്. ഓക്കെ, അവിടെയും കാണിക്കുന്ന ഒരു മൊണാർക്കിയാണ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടനിൽ ഡെമോക്രസി ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അവിടെ ഉള്ളത്? രാജഭരണം, അല്ലെങ്കിൽ രാജ്ഞിയുടെ ഒക്കെ ഒരു ഭരണമാണല്ലേ. അവിടെ ഒരു രാജഭരണം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു ഡെമോക്രസിക്ക് എതിരായിട്ടുള്ള ഒരു രീതി തന്നെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പക്ഷെ പൂർണ്ണമായും ഇങ്ങനെയല്ല. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, ലോകത്തുള്ള എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും ഫെഡറലിസം സ്വീകരിക്കുകയും, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ഏകാധിപത്യ രാജ്യങ്ങളും മാത്രമാണോ യൂണിറ്ററി ഫോമിലേക്ക് വരുന്നത്? അല്ല, നമുക്കങ്ങനെ പറയാൻ സാധിക്കില്ല. ഏകദേശം അതിൻ്റെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്ത് ഇരിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ലോകത്തുള്ള ചെറിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ വലിയ ഡൈവേഴ്സിറ്റി ഒന്നും ഇല്ലാത്ത രാജ്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന
യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും ബ്രിട്ടൻ, ഫ്രാൻസ്, ജപ്പാൻ, അല്ലേ? പിന്നെ ചൈന എന്ന് പറയുന്നത് എന്താണ്? ചൈന എന്ന് പറയുന്നത് ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ള ഒരു രാജ്യമാണ്, ഏകാധിപത്യപരമായിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. അല്ല, ഇറ്റലി, ബെൽജിയം, നോർവേ, സ്വീഡൻ, സ്പെയിൻ, ഇതെല്ലാം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണ്. സോ അവർക്കത് മതി. അവർക്കെന്ത് മതി? യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് മതി, അല്ലേ? തിരിച്ച് ഫെഡറലിസത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, കാനഡ, റഷ്യ, അല്ലേ, അർജൻറ്റീന, ബ്രസീൽ, ഇതൊക്കെ എന്താണ്? ഫെഡറൽ സ്റ്റേറ്റാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് കുറേ കൂടെ ഡൈവേഴ്സിറ്റി ഉള്ളതും ജനങ്ങളുള്ളതും ഭൂവിസ്തൃതി ഉള്ളതുമായിട്ടുള്ള, ഭരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം? ഇവിടങ്ങളിൽ എന്ത് വേണം? ഒരു ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ് വേണം. ഓക്കെ, നിങ്ങൾക്കൂടെ നോക്കിയാൽ കാണാൻ സാധിക്കും എന്താണ് യൂണിറ്ററി ഗവൺമെൻറ് എന്ന് പറയുന്നത്. എല്ലാ അധികാരങ്ങളും എവിടെയാണ് കേന്ദ്രീകരിക്കുന്നത്? നാഷണൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കും. അതിൻ്റെ കീഴിലേക്കാണ് എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിക്കുന്നത്. നേരെ മറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെഡറൽ ഗവൺമെൻറ് എന്താണ്? ഒരു സെൻട്രൽ ഗവൺമെൻറ്റും കാണും, അതിനോടൊപ്പം തന്നെ റീജിയണൽ ഗവൺമെൻറ്റ്സുകളും അല്ലെങ്കിൽ റീജിയണൽ സർക്കാരുകൾ കാണും, അല്ലേ? അപ്പോൾ ഇവർ രണ്ട് കൂട്ടരും അവരുടേതായിട്ടുള്ള രീതിയിൽ ഇൻഡിപെൻഡൻ്റായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഫെഡറൽ ഗവൺമെൻറ് എന്നും യൂണിറ്ററി ഗവൺമെൻറ് എന്നും പറയുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഈ നമ്മുടെ ഈ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഫെഡറൽ ഗവൺമെൻറ് നമ്മൾ വിളിക്കുന്നത് ഏതിനെയാണ്? ഫെഡറൽ ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനെയാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫെഡറൽ ഗവൺമെൻറ് നമ്മൾ വിളിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അടുത്തായിട്ട് പ്രോവിൻഷ്യൽ ഗവൺമെൻറ് നമ്മൾ വിളിക്കുന്നത് ഏതിനെയാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെയാണ്, അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ്റുകളെ, താഴെയുള്ള സബോർഡിനേറ്റായിട്ട് വരുന്ന ഗവൺമെൻറ്റുകളെയാണ് എന്ത് നമ്മൾ വിളിക്കുക? ഈ പറയുന്ന പ്രോവിൻഷ്യൽ ഗവൺമെൻറ്റുകളെ നമ്മൾ വിളിക്കുക. ആ കാര്യം നമ്മൾ ഒന്ന് ഓർത്തിരിക്കുക. ഇതിനടുത്തായിട്ട് പ്രധാനമായിട്ട് നമ്മൾ പോകുന്നൊരു ഭാഗമാണ് ഫോർമേഷൻ ഓഫ് ഫെഡറേഷൻ. എങ്ങനെയാണ് ഒരു ഫെഡറൽ സ്റ്റേറ്റ് ഉണ്ടായി വരിക? അതായത് ഒരു കേന്ദ്രവും ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും കൂടി ഭരിക്കുന്ന ഒരു ഫെഡറേഷൻ എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ഒരു ഫെഡറേഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഫെഡറൽ സ്റ്റേറ്റ് ഉണ്ടാകുന്നത്. ഇതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് എന്താ? ഇൻ്റഗ്രേഷൻ. രണ്ടാമത്തെ രീതി എന്താ? ഡിസിൻ്റഗ്രേഷനാണ്. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ. എന്താ ഇൻ്റഗ്രേഷൻ? ഫോർ എക്സാമ്പിൾ, നമ്മൾ USA കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആകുന്നതിന് മുമ്പ് എന്തായിരുന്നു? 13 കോളനികളായിട്ട് വിഭജിച്ച് കിടക്കുകയായിരുന്നു ബ്രിട്ടൻ്റെ കീഴിൽ, അല്ലേ? അപ്പോൾ ബ്രിട്ടൻ ഇതിനെല്ലാം 13 കോളനികളായിട്ട് വിഭജിച്ച് തന്നെയായിരുന്നു, അതായത് ഡിവൈഡ് ചെയ്ത് തന്നെയായിരുന്നു ബ്രിട്ടൻ ഭരിച്ചുകൊണ്ടിരുന്നത്. ഒരു കാലഘട്ടം ആയപ്പോഴേക്ക് എന്ത് സംഭവിച്ചു? USA വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നു. ബ്രിട്ടൻ്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ഈ സ്റ്റേറ്റ് എല്ലാം കൂടി ചേർന്നുകൊണ്ട്, ഈ 13 കോളനികൾ, അല്ലേ, ഇവരെല്ലാവരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് എന്തുണ്ടാക്കുന്നു? ഒരു പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കുകയാണ്. അതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്. ഇതെന്ത് വഴിയാണ്? ഇൻ്റഗ്രേഷൻ നമുക്ക് വിളിക്കാൻ കഴിയും. അതായത് ഒരുമിച്ച് കൂടുകയാണ് എല്ലാവരും കൂടി. ഇതിനെ നമുക്ക് ഇൻ്റഗ്രേഷൻ എന്ന് വിളിക്കാൻ സാധിക്കും. മറ്റൊരു രീതിയാണ് ഇത് ഡിസിൻ്റഗ്രേഷൻ. അതായത് ഡിസിൻ്റഗ്രേറ്റ് ആയി പോവുക. ഒരൊറ്റ രാജ്യം, അല്ലേ, നല്ല സെൻട്രൽ പവറോടുകൂടി നിന്നിരുന്ന ഒരു രാജ്യം പല കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് പോവുക. പക്ഷെ പൂർണ്ണമായിട്ടും അത് എന്തായി മാറിയില്ല, തകർന്നു പോയില്ല. പകരം ചെറിയ ചെറിയ കഷ്ണങ്ങളുള്ള എന്തുണ്ടായി വരികയാണ്? ഇവിടെ ചെറിയ രീതിയിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഉണ്ടായി വരികയാണ്, അല്ലെങ്കിൽ പ്രോവിൻഷ്യൽ ഗവൺമെൻറ്റുകൾ ഉണ്ടായി വരികയും അവർ പിന്നീടൊരു ഫെഡറൽ സിസ്റ്റമായിട്ട്, അല്ലെങ്കിൽ ഫെഡറലിസത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഒരു നാൾ അവരെന്തായിരുന്നു? യൂണിറ്ററി ഫോമുള്ള ഒരു വലിയൊരു രാജ്യമായിരുന്നു, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൻട്രലുള്ളൊരു രാജ്യമായിരുന്നെങ്കിൽ പിന്നീട് അവർ വിഭജിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രണ്ട് രീതിയിലാണ് ലോകത്ത് എന്തുണ്ടായി വരുന്നത്? ഫെഡറൽ സ്റ്റേറ്റ് ഉണ്ടായി വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പിടികിട്ടും എന്താണ് ഫെഡറലിസം, എന്താണ് യൂണിറ്റേറിയനിസം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പിടികിട്ടും. ഒരു ഫെഡറൽ സ്റ്റേറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫെഡറൽ സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഫെഡറലിസത്തിൻ്റെ ഒരു സിമ്പൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു യൂണിറ്ററി സ്റ്റേറ്റിൻ്റെ ഒരു സിമ്പൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. താഴെ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഒരു സിമ്പൽ കൊടുത്തിട്ടുണ്ട്, അല്ലേ? രണ്ട് വശത്ത് നമ്മൾ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് സിമ്പൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടുന്ന കാര്യം എന്താ? അതായത് ഒരു ഫെഡറലിസത്തിന് കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവും. ഈ രണ്ടാരോ അതാണ് സൂചിപ്പിക്കുന്നത്. കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവും. അതായത് ഒരേ സമയം ആശയവിനിമയം നമുക്ക് നടത്താം, അല്ലേ? സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് നിർദ്ദേശം കൊടുക്കുകയും പല രീതിയിലുള്ള ആശയവിനിമയങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അവിടെ ഒരു ആജ്ഞയല്ല, നിങ്ങളങ്ങനെ ചെയ്തേ പറ്റുമെന്നൊരു ആജ്ഞയ്ക്ക് പകരമായിട്ട് നിർദ്ദേശങ്ങളാണ് പലതും മുന്നോട്ട് വയ്ക്കുന്നത്, ശരിയല്ലേ? നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ആരെ അറിയിക്കാം? കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? ഫെഡറലിസത്തിലുള്ള
ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് യൂണിറ്റേറിയനിസം അല്ലെങ്കിൽ യൂണിറ്ററി ഗവൺമെൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വശത്തേക്ക് മാത്രമേ അല്ലേ, ഇവിടെ ഒരു സൈഡിലേക്ക് മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. അത് ഇങ്ങോട്ട് മാത്രമാണ്. അതായത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കും, സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കും. അവിടെ നിന്ന് പല ആജ്ഞകളും അല്ലെങ്കിൽ ഓർഡറും എങ്ങോട്ട് മാത്രമേ പോകുന്നുള്ളൂ, ഈ പറയുന്ന പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ എന്ന് നമുക്ക് നോക്കിയാൽ പിടികിട്ടും. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫെഡറലിസത്തിൽ ജനങ്ങൾക്ക് വേണ്ടി രണ്ട് ഗവൺമെൻറ്റുകളും, സംസ്ഥാന ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റുകളും ഒരുമിച്ച് ഒരേപോലെ പ്രവർത്തിക്കുകയും അവരുടെ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സുകൾ മറ്റ് പല കാര്യങ്ങളാണെങ്കിലും ഒരേ രീതിയിൽ നിന്നുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത് അല്ലേ. മറിച്ച് യൂണിറ്റേറിയനിസത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ഇവിടെയും ജനങ്ങൾക്ക് വേണ്ടി പലതും ആര് ചെയ്യുന്നുണ്ട്, പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള അധികാരമൊക്കെ ആർക്കാണുള്ളത്, ഏറ്റവും കൂടുതൽ അധികാരം ആർക്കാണുള്ളത്, സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. ഓക്കെ, ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതിന് ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് ഒരു ഫെഡറലിസത്തിൽ എന്താണ് സംഭവിക്കുന്നത്, സെൻട്രൽ ഗവൺമെൻറ്റും പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, ഈക്വൽ പവർ ആയിരിക്കും അവർക്കുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ആരും എന്താ സുപ്പീരിയറും അല്ല, അതുപോലെ തന്നെ ഇൻഫീരിയറും അല്ല. ഓക്കെ, ആരും ആരുടെ താഴെയല്ല, ആരും ആരുടെ മുകളിലും അല്ല, ഈക്വൽ പവർ ആയിരിക്കും രണ്ടാളുകൾക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്, ഇവിടുത്തെ നിയമം ഫെഡറലിസം. ഓക്കെ, ഇതാണ് ഫെഡറലിസം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, പക്ഷേ അതേസമയം നമ്മൾ യൂണിറ്റേറിയനിസത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും എന്ത് സുപ്പീരിയർ ആയിട്ടുള്ളൊരു പദവി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതേസമയം അതിൻ്റെ സബോർഡിനേറ്റ് ബോഡിയായിട്ടാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കുറേ കൂടെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ നിത്യജീവിതത്തിലുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് ഒരു വീട്ടിൽ, ഓക്കെ, ഇപ്പോൾ ഒരു വീട്ടിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് സഹോദരങ്ങൾ, ഓക്കെ, അതായത് ഒരു ഫെഡറലിസത്തിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റും രണ്ട് സഹോദരങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ശരിയാണോ? രണ്ട് സഹോദരങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഓക്കെ, അതായത് അതിൻ്റെ അർത്ഥം എന്താ, രണ്ട് സഹോദരങ്ങൾക്കും ഈക്വലായിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ ഉള്ളത്. ശരിയാണോ? ഇപ്പോൾ ഒരു പിതാവിൻ്റെ രണ്ട് മക്കളാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരാൾ മൂത്തതായിക്കോട്ടെ, അതായത് സെൻട്രൽ ഗവൺമെൻറ് അത് മൂത്തതായിരിക്കാം. പക്ഷേ രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും പരസ്പരം വീടിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും വീടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയൊക്കെ രണ്ടുപേരും ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫെഡറലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റേറിയനിസത്തിൽ എന്താ സംഭവിക്കുന്നത്, യൂണിറ്റേറിയനിസത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ കേട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ഒരു സിസ്റ്റമാണ് ഈ മരുമക്കത്തായ സിസ്റ്റം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു പണ്ട്. ഓക്കെ, ഇപ്പോൾ അത് വലുതായിട്ട് നമ്മളങ്ങനെ കാണുന്നില്ല. അതായത് മരുമക്കത്തായ സിസ്റ്റം സ്വീകരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ അമ്മാവന്മാർക്ക് വലിയ പവറായിരിക്കും. ഓക്കെ, അതായത് മരുമക്കളോട് അമ്മാവന്മാർക്ക് വലിയ രീതിയിലുള്ള പവറായിരിക്കും, കാരണം അധികാരമായിരിക്കും. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ, അമ്മാവനായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഓക്കെ, ഇങ്ങനൊരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്, ഈ പറയുന്ന യൂണിറ്റേറിയനിസത്തിലുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് ഈ അമ്മാവനിസം എന്ന് പറയുന്നൊരു കൺസെപ്റ്റൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായി വന്നത് ഈ ഒരു കാരണം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും അങ്ങനത്തെ ഒരു ചെറിയൊരു അധികാരമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ഓക്കെ, എന്തുവാട്ടെ, മരുമക്കത്തായോ അല്ല നമ്മളിവിടെ പഠിക്കുന്നത്. എന്തായാലും ഇതാണ് എന്ത് യൂണിറ്റേറിയനിസം എന്ന് പറയുന്നത്. അതായത് അവിടെ എന്തുണ്ട്, ഒരു അധികാരമുണ്ട് ആർക്കുമേൽ, ഈ പറയുന്ന പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിന് മേൽ വലിയൊരു അധികാരമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഹെൽപ്പ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം ഇവിടുന്ന് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇതാണ് എന്ത് യൂണിറ്റേറിയനിസവും ഫെഡറലിസവും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തായിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ലോകത്തിൻ്റെ ഒരു മാപ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മളിവിടെ ഗ്രീനായിട്ട് കാണിച്ചിരിക്കുന്നതെല്ലാം എന്താണ്, ഫെഡറൽ സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, ഫെഡറലിസം നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ്. നിങ്ങൾക്കൂടെ നോക്കിയാൽ മനസ്സിലാകും ഏതൊക്കെ രാജ്യങ്ങളാണ്. വടക്കേ അമേരിക്കയുടെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും, കാനഡ, USA അല്ലേ, മെക്സിക്കോ, ഈ രാജ്യങ്ങളെല്ലാം എന്താണ് ഫെഡറൽ സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ, ഇന്ത്യ, ഓസ്ട്രേലിയ, സൗദി അറേബ്യ അല്ലെ, ഗൾഫ് രാജ്യങ്ങൾ മിക്കതും ഏതാണ്, ഫെഡറൽ സ്റ്റേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യമാണ് എന്ത്, യൂണിറ്ററി സ്റ്റേറ്റ്സ്. ഏതൊക്കെയാണ് യൂണിറ്ററി സ്റ്റേറ്റ്സ് ആയിട്ടൊക്കെ ഉള്ളത് നോക്കുമ്പോൾ മനസ്സിലാകും. ആഫ്രിക്കയിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങൾ എന്താണ്, ഈ പറയുന്ന യൂണിറ്ററി സ്റ്റേറ്റ്സ് ആണ്. അതുപോലെ തന്നെ ചൈന അല്ലേ, ചൈന യൂണിറ്ററി സ്റ്റേറ്റ് ആണ്. ഓക്കെ, അങ്ങനെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ, ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും എന്താണ്, യൂണിറ്ററി സ്റ്റേറ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഇനി വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മളൊരു ഭാഗത്തേക്ക് പോകുന്നത് ഇതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. എന്താണ് ഫെഡറൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ യൂണിറ്ററി ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്? എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? അല്ലെങ്കിൽ ഓരോരോ പ്രൊവിഷൻസ് നമ്മൾ എടുത്തു നോക്കുമ്പോഴും ഫെഡറൽ ഗവൺമെൻറ്റിലും അതുപോലെ തന്നെ യൂണിറ്ററി ഗവൺമെൻറ്റിലും ഏത് രീതിയിലാണ് ഓരോ കാര്യങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഡ്യുവൽ ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ രണ്ട് ഗവൺമെൻറ്റുകൾ. ഏതൊക്കെയാണ്? സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും, അല്ലേ? സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്, പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റും ഉണ്ട്. ഓക്കെ, ഇതാണെന്ത് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അതൊരു നാഷണൽ ഗവൺമെൻറ് കാണും, മുകളിൽ റീജിയണൽ ഗവൺമെൻറ് കാണും, നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, യൂണിറ്ററി ഗവൺമെൻറ് കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സിംഗിൾ ഗവൺമെൻറ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ, ഒരൊറ്റ ഗവൺമെൻറ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഗവൺമെൻറ് കാണും കേട്ടോ, അതായത് റീജിയണൽ ലെവലിലും ഗവൺമെൻറ് കാണും, പക്ഷേ എന്തുണ്ടായിരിക്കത്തില്ല, അവർക്ക് വലിയ അധികാരങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യമാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നീട് ഈ നാഷണൽ ഗവൺമെൻറ് എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് എന്ത് രൂപീകരിക്കുന്നത്? ഈ താഴെയുള്ള റീജിയണൽ ഗവൺമെൻറ്റുകളെ രൂപീകരിക്കുന്നത്. അടുത്തത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തിനാണ് ഒരു ഫെഡറൽ ഗവൺമെൻറ്റിലെ ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടത്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, പിന്നീട് നമ്മൾ പഠിക്കും, ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. യൂണിറ്ററി ഗവൺമെൻറ്റിൽ എന്തായിരിക്കാം? യൂണിറ്ററി ഗവൺമെൻറ് മേ ബി റിട്ടേൺ ഓർ അൺറിട്ടേൺ. റിട്ടേൺ ആയിരിക്കാം, ഒന്നെങ്കിൽ എഴുതിയതായിരിക്കാം അല്ലെങ്കിൽ എഴുതാത്തതും ആയിരിക്കാം. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, ഫെഡറൽ ഗവൺമെൻറ്റിൽ എന്തുണ്ടായിരിക്കണം? ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റാണ്. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത ഒരു ഗവൺമെൻറ് എന്തല്ല? ഒരു ഫെഡറൽ ഗവൺമെൻറ് അല്ല. ഓക്കെ, അപ്പോൾ ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായാലും ഉണ്ടായിരിക്കണം ഇവിടെ ഫെഡറൽ ഗവൺമെൻറ്റിൽ. പക്ഷേ ഈ പറയുന്ന റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതെല്ലാം ഫെഡറൽ ഗവൺമെൻറ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. കാരണം എന്താണ്? യൂണിറ്ററി ഗവൺമെൻറ്റിലും എന്തുണ്ട്? ഈ പറയുന്ന റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അടുത്തത് ഡിവിഷൻ ഓഫ് പവേഴ്സ്. എന്താ ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്ന് വെച്ചാൽ എന്താ? അധികാരങ്ങൾ, അല്ലേ? ജനങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാനുള്ള അധികാരങ്ങൾ ഇത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആർക്കിടയിൽ? സെൻട്രൽ ഗവൺമെൻറ് കീഴിലും സെൻട്രൽ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കും കീഴിൽ, റീജിയണൽ ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും കീഴിൽ അധികാരങ്ങൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഒരു യൂണിറ്ററി ഗവൺമെൻറ് ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? എല്ലാ അധികാരങ്ങളും എവിടേക്കായിരിക്കും കേന്ദ്രീകരിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലായിരിക്കും കേന്ദ്രീകരിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മറ്റു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഒരു ഫെഡറൽ ഗവൺമെൻറ് യുണീക്ക് ഫീച്ചർ അല്ല എന്ത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഒരു ഫെഡറൽ ഗവൺമെൻറ് യുണീക്ക് ഫീച്ചറായിട്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് എന്താണ്? ഡിവിഷൻ ഓഫ് പവറാണ്. ഓർത്തിരിക്കുക. ഓക്കെ, അതായത് ഫെഡറൽ ഗവൺമെൻറ് എന്ന് കാണുമ്പോൾ അവിടെ ഡിവിഷൻ ഓഫ് പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏകദേശം അതൊരു ഫെഡറൽ ഗവൺമെൻറ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് ഓർത്തിരിക്കുക. അതിൻ്റെ ഒരു യുണീക്ക് ഫീച്ചറായിട്ട് നമുക്ക് എന്താ ഇവിടെ പറയുന്നത്? ഡിവിഷൻ ഓഫ് പവേഴ്സാണ്. അത് എവിടെ ഇല്ല? യൂണിറ്ററി ഗവൺമെൻറ് ഭാഗത്തില്ല എന്നുള്ളതുകൊണ്ടാണ് യുണീക്ക് ഫീച്ചർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതിന് അടുത്തായിട്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൂപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഭരണഘടനയുടെ വലിയ രീതിയിലുള്ള ആധിപത്യം. അതായത് ഒരു രാജ്യത്തെ ഭരണഘടനയ്ക്ക് അതീതമായിട്ട് യാതൊന്നുമില്ല, മറ്റൊന്നുമില്ല എന്നുള്ളതാണ് എന്ത്? സൂപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഭരണഘടനയുടെ ആധിപത്യം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അതെവിടെ ഇല്ല? ഈ പറയുന്ന യൂണിറ്ററി ഗവൺമെൻറ് ഇല്ല. പക്ഷേ ചില രാജ്യങ്ങളിലത് ഉണ്ടാവാം കേട്ടോ. അതായത് ചില രാജ്യങ്ങളിൽ എന്തായിരിക്കാം? ഇതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം സുപ്രീം. ചില രാജ്യങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ബ്രിട്ടൻ നമ്മൾ നോക്കുന്ന സമയത്തോട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പക്ഷേ സുപ്രീം ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷനേക്കാളും മുകളിലാണ് എന്ത്? റോയൽ പാലസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാജഭരണം എന്ന് പറയുന്നത്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ യൂണിറ്ററി ഗവൺമെൻറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം ആയിരിക്കാം, സുപ്രീം അല്ലാതായിരിക്കാം. ഓക്കെ, അടുത്തത് ഫെഡറൽ ഗവൺമെൻറ് മറ്റൊരു പ്രത്യേകതയാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതെന്തായിരിക്കണം? റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. മാറ്റാൻ കഴിയാത്ത കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ മാറ്റാൻ ബുദ്ധിമുട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. മാറ്റാൻ കഴിയാത്ത കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വളരെ വളരെ കുറവാണല്ലേ. അപ്പോൾ മാറ്റാൻ ബുദ്ധിമുട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. എന്ത് ചെയ്യാൻ കഴിയരുത്? അമെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം ഏത്? ഫെഡറൽ ഗവൺമെൻറ്റിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മാറ്റി ഫെഡറലിസം തന്നെ ഇല്ലാതായി കളയത്തില്ലേ? ഓക്കെ, അതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. അമെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം എവിടെ? ഫെഡറൽ ഗവൺമെൻറ്റിലുള്ളതെങ്കിൽ. യൂണിറ്ററി ഗവൺമെൻറ്റിൽ എന്തായിരിക്കണം? അത് ഒന്നെങ്കിൽ റിജിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? ഫ്ലെക്സിബിളും ആയിരിക്കാം. റിജിഡ് ആയിരിക്കാം, ഫ്ലെക്സിബിൾ ആയിരിക്കാം. ഇപ്പോൾ ബ്രിട്ടനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ ആണ്, പെട്ടെന്ന് നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ കഴിയും. അതുപോലെ ഫ്രാൻസിലേക്ക് നോക്കുകയാണെങ്കിൽ കുറേ കൂടെ റിജിഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഓക്കെ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. എന്താ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത്? എന്താ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി? ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം മറ്റ് ഓർഗൻസിൽ നിന്ന്. അതായത് എക്സിക്യൂട്ടീവിൽ നിന്നും ലെജിസ്ലേച്ചറിൽ നിന്നും ആര് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം? ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി ആണുള്ളത് അല്ലേ? അവരെയൊക്കെ നമ്മുടെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ രീതിയിലൊന്നും അവരുടെ മേൽ എന്ത് സ്ഥാപിക്കാൻ കഴിയില്ല, അധികാരം സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റാണ് എന്ത്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ്, ഒരു ജുഡീഷ്യറി സിസ്റ്റമാണ് ഇവിടെയുള്ളത്, ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി വളരെ വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ് ഒരു ഫെഡറൽ ഗവൺമെൻറ്റിന്. അതേസമയം യൂണിറ്ററി ഗവൺമെൻറ്റിൽ എന്താണ്, ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആയാലോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയാലോ പ്രശ്നമില്ല എന്നുള്ളൊരു ഒരു രീതിയാണ് ഇവിടെയുള്ളത്, യൂണിറ്ററി ഗവൺമെൻറ്റിലുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്തിരിക്കുക. ഓക്കെ, ഇതാണ് ഒരു ഫെഡറൽ ഗവൺമെൻറ്റും യൂണിറ്ററി ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇതിനടുത്തായിട്ട് നമുക്ക് ഇന്ത്യൻ ഫെഡറലിസത്തെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, ഇന്ത്യൻ ഫെഡറലിസത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് ശരിക്കുള്ളൊരു ഫെഡറലിസം ആണോ? അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചർ ഉള്ളതുകൊണ്ടാണ് ഇനി നമ്മൾ ഫെഡറൽ സ്റ്റേറ്റ് നമ്മൾ വിളിക്കുന്നത്? ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അത്ര അധികം ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, നമുക്കറിയാവുന്ന കാര്യം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ ഓരോ ദിനവും വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത്, ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരിടത്തും എന്ത് കാണുന്നില്ല, ഫെഡറേഷൻ എന്നുള്ള വാക്ക് കാണുന്നില്ല. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നേ ഇല്ല. പക്ഷെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതൊരു ഫെഡറേഷനാണ് അല്ലെങ്കിൽ ഒരു ഫെഡറൽ ഗവൺമെൻറ്റാണ് ഇന്ത്യക്കുള്ളത് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്കത് പിടികിട്ടും അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷനിലെ പല പ്രൊവിഷൻസ് നോക്കുന്ന സമയത്ത്. അതല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ മെഷീനറി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, ഒരു ഫെഡറൽ സിസ്റ്റമുള്ള ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ യൂണിറ്ററി സിസ്റ്റമുള്ള ഗവൺമെൻറ് ആണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് പിടികിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. കാരണം നിരവധി പ്രൊവിഷൻസ് ഒരു ഫെഡറലിസത്തിന് വേണ്ട ഒട്ടനവധി പ്രൊവിഷൻസ് എവിടെയുണ്ട്, ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാകും ഇന്ത്യയിലെ ഫെഡറൽ സിസ്റ്റം ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്? കനേഡിയൻ ഫെഡറൽ സിസ്റ്റത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഓക്കെ, കനേഡിയൻ മോഡൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതെന്തല്ല, ഒരു അമേരിക്കൻ മോഡലല്ല. ഓക്കെ, ഇപ്പോൾ അമേരിക്കയിലുള്ള ഫെഡറൽ സിസ്റ്റവും ഇന്ത്യയിലുള്ള ഫെഡറൽ സിസ്റ്റവും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രണ്ടും ഫെഡറൽ സിസ്റ്റമാണ്, പക്ഷേ വ്യത്യാസമുണ്ട് എന്ന് തന്നെയല്ല, ഇന്ത്യക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റത്തിന് കുറേ കൂടി സാമ്യതയുള്ള ഒരു ഫെഡറൽ സിസ്റ്റമാണ് ഇവിടെയുള്ള കാനഡയിലുള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അതൊരു അമേരിക്കയുടെ തനി പകർപ്പല്ല, പകരം കാനഡയുടെ ഏകദേശമൊക്കെ നമ്മൾ പകർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഇന്ത്യൻ ഫെഡറലിസത്തിന് കാനഡയുടെ ഫെഡറലിസവുമായിട്ട് ചെറിയ ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് ഈ കനേഡിയൻ മോഡൽ ഓഫ് ഫെഡറലിസവും അമേരിക്കൻ മോഡൽ ഓഫ് ഫെഡറലിസവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ കാനഡയിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ എന്താണ്, അല്ലെങ്കിൽ അമേരിക്കയിലോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറേ കൂടെ സ്ട്രോങ് ആണ്, സെൻട്രൽ ഗവൺമെൻറ് ഭയങ്കര സ്ട്രോങ് ആണ് അല്ലേ? നേരെ തിരിച്ച് അമേരിക്കയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് വലിയ വീക്കാണ്, വളരെ രീതിയിൽ വീക്കായിട്ടുള്ളൊരു സെൻട്രൽ ഗവൺമെൻറ് ആണുള്ളത്. സംസ്ഥാനങ്ങൾക്കാണ് അവിടെ അധികാരം കൂടുതൽ. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ, അധികാരം കൂടുതൽ ആർക്കാണ്? ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്കാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. ഓക്കെ, അതേസമയം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് പിടികിട്ടും കനേഡിയൻ മോഡൽ. കാനഡയിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നേരെ തിരിച്ചാണ്, സെൻട്രലാണ് ഭയങ്കര സ്ട്രോങ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ സ്വീകരിച്ചത് ഏതാണ്? കനേഡിയൻ മോഡലാണ്. കാരണം എന്താ? എന്തുകൊണ്ട് നമുക്ക് അമേരിക്കൻ മോഡൽ സ്വീകരിച്ചുകൂടാ? ഓക്കെ, അതിനുള്ള ഉത്തരം നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. ജസ്റ്റ് ഞാൻ സൂചിപ്പിക്കാം, ഒരൊറ്റ കാര്യം കൊണ്ടാണ്. അതായത് ഇന്ത്യ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇന്ത്യയിലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൻട്രൽ ഗവൺമെൻറ് ഇല്ലായിരുന്നു എങ്കിൽ രാജ്യം ഛിന്ന ഭിന്നമായി പോകുമായിരുന്നു. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള കാരണം നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം പറഞ്ഞ കാര്യമാണ് എന്താണ്, ഫെഡറേഷൻ എന്നൊരു ടേം അല്ലെങ്കിൽ ഫെഡറലിസം എന്നുള്ളൊരു ടേം എവിടെ യൂസ് ചെയ്യുന്നില്ല? ഇന്ത്യൻ ഭരണഘടനയിൽ യൂസ് ചെയ്യുന്നേ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ? പക്ഷേ ആർട്ടിക്കിൾ ഫസ്റ്റിൽ എന്താണ് പറയുന്നത്? ഒന്നാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യയെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താ ഡിഫൈൻ ചെയ്യുന്നത്? ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. എന്താ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫെഡറേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, പകരം എന്താ ഉപയോഗിക്കുന്നത്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നോ? ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് അല്ലെങ്കിൽ അതെന്താണ്, ഒരു പരമാധികാരമായിട്ടുള്ളൊരു രാജ്യമാണ് അല്ലേ?
നല്ല എന്താ പറയുക ഒരു ഒരു സൂപ്രമസിയുള്ള ഒരു രാജ്യമാണ് എന്ന് മാത്രം നമുക്ക് പറഞ്ഞാൽ പോരായിരുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള വാക്ക് കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടെ ഫെഡറേഷൻ എന്ന് പറഞ്ഞില്ല എങ്കിൽ തന്നെയും പറയാതെ പറയുകയാണ് ഇന്ത്യ ഒരു ഫെഡറേഷനാണ് എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓരോ ടേംസും അല്ലെങ്കിൽ ഓരോ ഫ്രേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോർട്ടിൻ്റെ ഓരോ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഹൈക്കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റൊക്കെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓരോ എന്താ പറയുക ഓരോ ടേംസിനെ അല്ലെങ്കിൽ ഓരോ ഫ്രേസിനെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് അവർ നടത്തുന്നത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൈറ്റും പലപ്പോഴും നടന്നിട്ടുമുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്താണ്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇന്ത്യ ഒരു ഫെഡറേഷനാണ് എന്നുള്ളൊരു അർത്ഥം തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ അവർ മുന്നോട്ട് വെച്ചത് എന്താണ്? ഇന്ത്യ ഒരു ഫെഡറേഷനാണെന്ന് തന്നെയാണ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഫെഡറലിസം. ഓക്കെ, ഇന്ത്യയുടെ ഫെഡറലിസം ഏത് രീതിയിലാണ് രൂപപ്പെട്ടു വന്നത്? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ബ്രിട്ടനിൽ എന്താണുള്ളത്? ഒരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണുള്ളത്. ബ്രിട്ടനിൽ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണുള്ളത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ബ്രിട്ടനിലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൻട്രൽ ഉണ്ടെന്നാണ് അർത്ഥം. പക്ഷേ അതേ ബ്രിട്ടൻ തന്നെ, അതേ ബ്രിട്ടീഷുകാർ തന്നെയാണ് ഇന്ത്യയിൽ എന്ത് രൂപീകരിക്കുന്നത്? ഫെഡറലിസം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 1935 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ എവല്യൂഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എന്തായിരുന്നു? ഒരു ഏടായിരുന്നു എന്ത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അവരെന്താണ് ചെയ്തത്? ഇതിലൂടെയാണ് പല രീതിയിലുള്ള ഫെഡറൽ ഫീച്ചേഴ്സ് ഇന്ത്യയിൽ കടന്നുകൂടുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും, കൊളോണിയൽ ഭരണകാലത്ത് ഒരു ഫെഡറൽ ലെജിസ്ലേച്ചർ നമുക്കുണ്ടായിരുന്നു. എന്താ ഫെഡറൽ ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ കേന്ദ്രത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലെജിസ്ലേച്ചറാണല്ലേ. സെൻട്രൽ ലെജിസ്ലേച്ചർ നമുക്ക് വേണം സിമ്പിളായിട്ട് പറയാം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ ഫെഡറൽ ലെജിസ്ലേച്ചർ എന്ന് വിളിക്കുന്നത്. കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല, അതിനെയാണ് ഫെഡറൽ ലെജിസ്ലേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉള്ളതുപോലെ തന്നെ അന്ന് അപ്പർ ഹൗസും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലോവർ ഹൗസും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ അപ്പർ ഹൗസിനെ നമ്മൾ വിളിക്കുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ വിളിക്കും. അതുപോലെ തന്നെ ലോവർ ഹൗസിനെ നമ്മൾ വിളിക്കുന്നത് ഫെഡറൽ അസംബ്ലി എന്നൊരു പേരിട്ടായിരുന്നു നമ്മൾ വിളിച്ചിരുന്നത്. ഓക്കെ, പിന്നെ ഓർത്തിരിക്കുക, ഇവർ രണ്ടുപേരും ഈ രണ്ട് ഹൗസിലേക്കും നമ്മൾ അംഗങ്ങളെ അയക്കുന്നത് അത്ര ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിലൊന്നും ആയിരുന്നില്ല. അന്നത്തെ കാലത്ത് ഈ പറയുന്ന പ്രിൻസിലി സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ ആയിരുന്നു ആളുകളെ അയച്ചിരുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ്ലി ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടിരുന്ന ആളുകളായിരുന്നില്ല. പകരം എന്തായിരുന്നു? അവിടുത്തെ റൂളേഴ്സ് ആയിരുന്നു തിരഞ്ഞെടുത്ത് വിട്ടിരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം എന്ത് അബോളിഷ് ചെയ്യായിരുന്നു? ഡയാർക്കി എന്ന് പറയുന്ന ഒരു സിസ്റ്റം അബോളിഷ് ചെയ്യായിരുന്നു. ഡയാർക്കി എന്ന് പറയുന്ന സിസ്റ്റം ഇത് കൊണ്ടുവന്നത് 1919 ആക്ട് പ്രകാരം കൊണ്ടുവന്ന ഡയാർക്കി എന്ന് പറയുന്ന സിസ്റ്റം അബോളിഷ് ചെയ്യായിരുന്നു. കംപ്ലീറ്റ്ലി അബോളിഷ് ചെയ്ത് പകരം എന്ത് കൊണ്ടുവരികയായിരുന്നു? പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. എന്താണ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ? അതായത് പ്രോവിൻസസിന് ഒരുപാട് പ്രോവിൻസസ് ഉണ്ടല്ലേ, ഒരുപാട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതിനെല്ലാം എന്ത് കൊടുക്കുകയാണ്? ഓട്ടോണമി കൊടുക്കുകയാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്, അതായത് കൂടുതൽ എന്തായി മാറുകയാണ്? ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യ എന്തായിരുന്നു? ഒരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആയിരുന്നു അല്ലേ, അല്ലെങ്കിൽ ഒരു യൂണിറ്ററി സ്റ്റേറ്റ് ആയിരുന്നു. നേരെ തിരിച്ച് 1935 ശേഷം എന്താണ്? ഇന്ത്യ കൂടുതൽ ഒരു ഫെഡറൽ ഫീച്ചറുള്ള ഒരു രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ഫെഡറൽ സ്റ്റേറ്റിലേക്ക് മാറാൻ തുടങ്ങിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് പ്രൊവിൻഷ്യൽ ഓട്ടോണമി കൊടുക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? അതായത് ലെജിസ്ലേറ്റീവ് പവേഴ്സ് സെൻട്രൽ ഗവൺമെൻറ്റിനും പ്രോവിൻസിനും ഇടയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഡിമാർക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, കൃത്യമായിട്ട് അതിർവരം വിടുകയാണ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഏതൊക്കെ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിന് ഏതൊക്കെ അധികാരങ്ങളുണ്ട്, ഏതൊക്കെ കാര്യങ്ങളിൽ എന്ത് ചെയ്യാം? ലെജിസ്ലേഷൻ നടത്താം അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താം, സെൻട്രലിന് ഏതൊക്കെ കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താം എന്ന് കൃത്യമായിട്ട് അതിർവരം വിട്ട് പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ വരുന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ലെജിസ്ലേറ്റീവ് പവേഴ്സിനെ 3 നമ്മൾ തരംതിരിക്കുന്നുണ്ട്. ഇന്നും അതേ രീതിയിലാണ് നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്നത് അല്ലേ. നോക്കിയാൽ കാണാൻ സാധിക്കും, ലെജിസ്ലേറ്റീവ് പവേഴ്സിനെ ഒന്ന് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, രണ്ടാമത്തേത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, എന്താണെന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാൻ തന്നെയുള്ളൂ അല്ലേ. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമായിട്ട് നിയമനിർമ്മാണം നടത്താൻ പറ്റുന്ന ചില മേഖലകളാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റിനും സംസ്ഥാനത്തിനും കൂടി നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന മേഖലകളാണ്.
അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ബി ആർ അംബേദ്കർ ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നൊരു കാര്യം, ഒരു ഫ്രൈസ് എന്താ, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ പഠിച്ചാണല്ലേ, ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത്. എന്താണത്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. എന്താ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുന്നത് അദ്ദേഹം? ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് തന്നെയാണെന്ന് പറയുന്നത്. ശരിയല്ലേ? എന്ന് വെച്ചാൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ ബി ആർ അംബേദ്കർ തന്നെ പറയുകയാണ് അല്ലേ, ഭരണഘടനാ ശില്പിയായിട്ടുള്ള ബി ആർ അംബേദ്കർ തന്നെ പറയുകയാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന്. ഫസ്റ്റ് ആർട്ടിക്കിളിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ഇന്ത്യ ഒരു ഫെഡറേഷനാണ് എന്ന് തന്നെയാണ് യൂസ് ചെയ്തത് എന്ന് അദ്ദേഹം പറയുകയാണ്. അത് 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്ത്യ ഒരു ഫെഡറേഷനാണ് എന്നുള്ള കാര്യം പറയുന്നത്. എന്താ പറയുന്നത്? അതുപോലെ തന്നെ പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇത് ഓർത്തിരിക്കുക. എന്താണ്? ഇന്ത്യൻ ഫെഡറേഷൻ എന്ന് പറയുന്നത് എന്തല്ല, നോട്ട് ദ റിസൾട്ട് ഓഫ് ആൻ അഗ്രിമെൻറ്റ്. അതായത് ഒരു എഗ്രിമെൻറ്റ് കൊണ്ട് രൂപീകരിച്ചതല്ല. അതായത് ഒരു 10-28 സംസ്ഥാനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൂടി നമ്മളൊരു അഗ്രിമെൻറ്റ് മുന്നോട്ട് വയ്ക്കുകയാണ്, നമുക്ക് ഒരൊറ്റ രാജ്യമായിട്ട് നിൽക്കാം എന്നുള്ളൊരു എഗ്രിമെൻറ്റിൻ്റെ പുറത്തല്ല ഇന്ത്യ മഹാരാജ്യം ഉണ്ടായത്. ശരിയല്ലേ? അതാണ് അദ്ദേഹം അവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അമേരിക്കയിൽ എങ്ങനെയാണ് കേട്ടോ, അമേരിക്കയിൽ ഈ പറയുന്ന 13 കോളനികളും എല്ലാം കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു എഗ്രിമെൻറ്റ് ഒപ്പിട്ട് അതിനുശേഷമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉണ്ടായത്. ഓക്കെ, അങ്ങനെ ഒരു സാഹചര്യമായിരുന്നില്ല ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് എന്താ, ഇന്ത്യൻ സ്റ്റേറ്റ് ഒന്നും എന്തല്ല, ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്നു. അതിനുള്ള റൈറ്റ് അവർക്കില്ല. ഇപ്പോൾ കേരളം വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ജമ്മു കാശ്മീർ വിചാരിക്കുകയാണ് ഞങ്ങൾക്ക് അങ്ങ് പാകിസ്ഥാനിലേക്ക് അങ്ങ് പോയേക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് നിന്നേക്കാം എന്ന് കരുതുകയാണ്. പോകാൻ പറ്റുമോ? ഇല്ല, കഴിയില്ല, അതിന് കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ കൂടി എവിടെയുണ്ട്? ഇന്ത്യൻ ഫെഡറേഷനുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആളുകൾ അവരെന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു ഫെഡറലിസം അല്ലെങ്കിൽ ഒരു ഫെഡറൽ സ്റ്റേറ്റായിട്ട് രൂപീകരിക്കാനുള്ള കാരണം എന്താ? നേരത്തെ ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ ഒരു ലാർജ് സൈസാണല്ലേ, വലിയ രീതിയിലുള്ളൊരു സൈസുള്ളൊരു രാജ്യമാണ് അത്. പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ടെറിട്ടറി കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സോഷ്യോ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയാണ് അല്ലേ. വലിയ ഡൈവേഴ്സായിട്ടുള്ളൊരു രാജ്യമാണെന്ത് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിന് എന്താണ് വേണ്ടത്? ഒരു ഫെഡറൽ ഗവൺമെൻറ് ആണ് വേണ്ടത്, എന്തല്ല ഒരു യൂണിറ്ററി ഗവൺമെൻറ് അല്ല വേണ്ടത് എന്നുള്ളത് അന്നത്തെ ആളുകൾക്ക് തന്നെ അറിയായിരുന്നു. ഓക്കെ, അത് തന്നെയല്ല, ഇന്ത്യ പോലെ ഒരു ദരിദ്ര രാജ്യം അല്ലെങ്കിൽ ഒരു പിന്നോക്ക രാജ്യം ഒരു യൂണിറ്ററി ഗവൺമെൻറ്റിന് ഭരിച്ചുകൊണ്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് എന്തായാലും അത്യാവശ്യമാണ്. ഓക്കെ, ഇതിനടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് തിരിച്ചു വന്ന് ഇന്ത്യൻ ഭരണഘടന എന്താണെന്നാണ് പറഞ്ഞത്? ഒരു ഫെഡറൽ സ്റ്റേറ്റിനെയാണ് വിഭാവനം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ നമുക്ക് പറയാൻ കഴിയില്ല ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ട തക്കതായിട്ടുള്ള കാര്യകാരണങ്ങൾ നമുക്ക് നിരത്തിയേ പറ്റൂ. എന്തുകൊണ്ട് ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ് എന്നുള്ളൊരു കാര്യത്തേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാകും എന്തൊക്കെ കാരണമാണ് ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആയിട്ടിരിക്കാനുള്ള കാരണം എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് നേരത്തെ നമ്മൾ നോക്കിയ കാര്യമാണ്. ഓക്കെ, അതായത് നമ്മൾ നോക്കിയ കാര്യമാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എവിടെയുണ്ടോ? ഇന്ത്യയിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്താൻ പോവുകയാണ്. അതായത് ഇന്ത്യ എന്തായിരിക്കണം? ഒരു ഡ്യുവൽ ഗവൺമെൻറ് ഉള്ള ഒരു രാജ്യമാണെങ്കിൽ അതൊരു ഫെഡറൽ ഗവൺമെൻറ് ആണെന്ന് പറയാൻ സാധിക്കും. ഇന്ത്യയിൽ ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊരു ഫെഡറൽ ഫീച്ചറുള്ള ഒരു രാജ്യമാണെന്ന് പറയാൻ സാധിക്കും. ഇന്ത്യയിലെ ഡിവിഷൻ ഓഫ് പവർ, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ പവർ ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫെഡറൽ ഗവൺമെൻറ് ഉള്ളൊരു രാജ്യമാണെന്ന് പറയാൻ സാധിക്കും. ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ സുപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷന് വലിയ രീതിയിലുള്ള ആധിപത്യമുള്ള രാജ്യമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്താണെന്ന് പറയാൻ സാധിക്കും? ഒരു ഫെഡറലിസം ഉള്ള രാജ്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, വലിയ രീതിയിൽ ഭരണഘടനയെ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ലെജിസ്ലേച്ചറിന് ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഈ പറയുന്ന ഒരു ഫെഡറലിസം ഉള്ളൊരു രാജ്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മറ്റൊരു രീതിയിലുള്ള മറ്റൊരു അധികാരവും ജുഡീഷ്യറിയെ സ്പർശിക്കാത്ത രീതിയിൽ ജുഡീഷ്യറിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്, ഇൻഡിപെൻഡൻ്റായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഇതെന്താണെന്ന് പറയാൻ സാധിക്കും? ഒരു ഫെഡറൽ ഗവൺമെൻറ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ത്യ ഒരു ഫെഡറൽ ഗവൺമെൻറ് ആണ് എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഒന്നാമത്തെ കാര്യം എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഡ്യുവൽ പൊളിറ്റി. അതായത് ഡ്യുവൽ പൊളിറ്റി ഉണ്ടോ? ഡ്യുവൽ പൊളിറ്റി ഇന്ത്യയിലുണ്ടോ? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും അല്ലേ? ഡ്യുവൽ പൊളിറ്റിയാണ് ഇന്ത്യയിലുള്ളത്. അതായത് കേന്ദ്ര സർക്കാരുമുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുമുണ്ട് അല്ലേ? 2 ഗവൺമെൻറ്റുകളല്ലേ നമുക്കുള്ളത് അല്ലേ? സ്റ്റേറ്റും ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രലും ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയ്ക്കിടയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, കറൻസി, കമ്മ്യൂണിക്കേഷൻ, റെയിൽവേ അല്ലേ, ന്യൂക്ലിയർ എനർജി, ഇതൊക്കെ നോക്കി നടത്തുന്ന ആരാണ്? ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റാണ്
അല്ലേ? അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് നേരിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആണ് ആരുടെ കീഴിൽ വരുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് ഓർഡർ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ, അഗ്രികൾച്ചർ, ഹെൽത്ത്, ലോക്കൽ ഗവൺമെൻറ്, അല്ലേ? അതുപോലെ തന്നെ ഫോറസ്റ്റ്, അങ്ങനെ മറ്റേല ഹെൽത്ത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാര പരിധിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഇന്ത്യയിലുണ്ട് അല്ലേ? അതുകൊണ്ട് ഇന്ത്യ ഒരു ഡ്യുവൽ പൊളിറ്റിയുള്ള ഒരു സ്റ്റേറ്റാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഒരു ഫെഡറലിസത്തിൻ്റെ ഫീച്ചർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അടുത്തത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തായാലും ഇന്ത്യയിലൊരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലേ? റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നറിയാം. ഒരു ഫെഡറലിസത്തിന് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യതയാണ് ഇത് റിട്ടേൺ ആയിരിക്കണം, എഴുതിയതായിരിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതെന്താ ഒരു ഫെഡറലിസത്തിന് ഈ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന് വാശി പിടിക്കാനുള്ള കാരണം എന്താ? ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, എഴുതിയ ഭരണഘടനയാണെങ്കിൽ കൃത്യമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കും, അല്ലെങ്കിൽ കൃത്യമായിട്ട് അവിടെ അടയാളപ്പെടുത്തിയിരിക്കും സ്റ്റേറ്റിനും സ്റ്റേറ്റിനും ഇടയിലുള്ള പവർ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഫെഡറൽ ഫീച്ചേഴ്സ് ഒരു രാജ്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന്. ഓക്കെ, അവിടെ മാറ്റം വരുത്താൻ കഴിയില്ല അല്ലേ? ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? വലിയ രീതിയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡ് പറ്റും അല്ലേ? പ്രശ്നങ്ങളുണ്ടാവും, പിന്നീട് പല പ്രശ്നങ്ങളിലേക്കും അത് നയിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിവിഷൻ ഓഫ് പവേഴ്സ്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഒരു ഡിവിഷൻ ഓഫ് പവർ ഉണ്ടായിരിക്കണം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ്, അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫെഡറലിസത്തിൻ്റെ ഏറ്റവും യുണീക്കായിട്ടുള്ള ഫീച്ചർ, അതായത് നമുക്ക് ഇന്നതാണ് ഫീച്ചർ എന്ന് ചൂണ്ടിക്കാണിക്കാൻ തക്ക രീതിയിലുള്ള യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡിവിഷൻ ഓഫ് പവറാണ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ കൃത്യമായിട്ടുള്ള ഡിവിഷൻ ഓഫ് പവർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഫെഡറലിസം എന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി അതില്ലേ? ഉണ്ട് അല്ലേ? ബ്രിട്ടീഷുകാരുടെ സമയം തൊട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്, കൊളോണിയൽ ഭരണകാലം മുതൽ തന്നെ എന്തുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർ ശരിയായിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ട് യൂണിയൻ ലിസ്റ്റെന്നും സ്റ്റേറ്റ് ലിസ്റ്റെന്നും കൺകറൻറ്റ് ലിസ്റ്റെന്നും അന്നേ അവർ എഴുതി ചേർത്തിരുന്നു. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, 3 ലിസ്റ്റുകളും അല്ലേ? ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ 98 സബ്ജക്റ്റാണുള്ളത്. ഇന്നത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ 59 സബ്ജക്റ്റ് ഉണ്ട്. കൺകറൻറ്റ് ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 52 സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ 3 രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയും? ലെജിസ്ലേഷൻ നടത്താൻ കഴിയും എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. പക്ഷേ ഒരു കോൺഫ്ലിക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് സ്റ്റേറ്റ് ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റും അല്ലെങ്കിൽ അധികാരങ്ങൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ലോയ്ക്കായിരിക്കും, അല്ലെങ്കിൽ കേന്ദ്രത്തിനായിരിക്കും അവിടെ ഒരു അധികാരം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റു ചില അധികാരങ്ങളാണ്. എന്താണ്? റെസിഡറി സബ്ജക്ട്സ് നമ്മൾ പറയും. ഇത് ആരുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്? ഇത് സെൻട്രലിൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് സൂപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണഘടനയുണ്ടല്ലേ? ഭരണഘടന മാത്രമല്ല, മറ്റനേക നിയമപുസ്തകങ്ങളും ഇല്ലേ? ഫോർ എക്സാമ്പിൾ മനുസ്മൃതി അല്ലേ? നിയമപുസ്തകമാണ് അല്ലേ? ഓരോ മതത്തിൻ്റേതായിട്ടുള്ള പ്രത്യേക നിയമപുസ്തകം ഇല്ലേ? ഉണ്ട്. ജാതി, കാസ്റ്റ്, ഗോത്രവർഗം, അവരുടേതായിട്ടുള്ള നിയമങ്ങളില്ലേ? ഉണ്ട് അല്ലേ? പക്ഷേ ഇതിനെല്ലാം മുകളിൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ ആയിരിക്കണം. അതിനെയാണ് എന്ത് പറയുന്നത്? സൂപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മസ്റ്റാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇന്ത്യയിൽ സൂപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ? കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫീച്ചർ കൂടി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മറ്റൊരു കാര്യമാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് റിജിഡ് ആയിരിക്കണം. അതായത് വലിയ രീതിയിൽ ഉള്ള മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയില്ലാത്തൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. പെട്ടെന്നൊന്നും അമെൻഡ് ചെയ്യാൻ കഴിയരുത്, പെട്ടെന്നൊന്നും വലിയ മാറ്റം വരുത്താൻ കഴിയരുത്. മുമ്പേ ഞാൻ ചോദിച്ചതുപോലെ തന്നെ, എന്താ ഒരു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താ അങ്ങനെ വാശി പിടിക്കാനുള്ള കാരണം എന്താ? അങ്ങനെ വാശി പിടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ പറയുന്ന ഫെഡറൽ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് വീണ്ടും അമെൻഡ് ചെയ്യാൻ കഴിയരുത്. അമെൻഡ് ചെയ്താൽ ഈ ഫെഡറൽ ഫീച്ചേഴ്സൊക്കെ പോയി, ശരിയല്ലേ? അപ്പോൾ ഫെഡറലിസത്തിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഫെഡറൽ സ്ട്രക്ചർ, അത് വലിയ രീതിയിൽ ഇളക്കം തട്ടാതിരിക്കുക എന്നുള്ളതാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്താണ്? ഒരു റിജിഡായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലേ? വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വരുത്താൻ കഴിയില്ല. അതിന് ശക്തരായിട്ടുള്ള ഗവൺമെൻറ്റുകൾ വേണം
അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം, വലിയ സൂപ്പർമസിയൊക്കെ ഒരു പാർട്ടിക്കുണ്ട് എങ്കിൽ മാത്രമേ അത്രയ്ക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്, അതായത് അമെൻഡ് ചെയ്യാനുള്ള പവർ കുറവാണ് എന്നർത്ഥം. ഓക്കെ, ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്താണ്, കുറച്ച് പ്രയാസമാണ്. നല്ല രീതിയിലുള്ള ഭൂരിപക്ഷമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചില പ്രൊവിഷൻസൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കൂ, നമുക്ക് അമെൻഡ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സുപ്രധാനമായിട്ടുള്ള, വളരെ മർമ്മപ്രധാനമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്രവും ഒരുമിച്ച് യോജിച്ച് നിന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ, ഇവരുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് വരുത്താൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട ചില അമെൻമെൻറ്റ്സ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് പോരാ, സിമ്പിൾ മെജോറിറ്റി പോരാ, പകരം എന്ത് വേണം, സ്പെഷ്യൽ മെജോറിറ്റി വേണം. എന്താ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് വെച്ചാൽ എന്താ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്, ഈ സാധാരണ സിമ്പിൾ മെജോറിറ്റി എന്ന് വെച്ചാൽ എന്താ 50% അല്ലേ, അതല്ലേ അംഗങ്ങളുടെ 50%. പക്ഷേ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതായത് 2/3 ഭൂരിപക്ഷം. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. സ്പെഷ്യൽ മെജോറിറ്റിയും അതുപോലെ തന്നെ അപ്രൂവൽ ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, അതായത് ചിലത് നമുക്ക് പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ, ചില ഭരണഘടനയിലുള്ള ചില പ്രൊവിഷൻസ് നമുക്ക് പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ ഒരേ സമയം എന്ത് വേണം, ഈ പറയുന്ന സ്പെഷ്യൽ മെജോറിറ്റിയും വേണം. പ്ലസ് അതിനോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ നിയമസഭകൾ അംഗീകരിക്കുകയും കൂടി വേണം എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഓക്കെ, ഇതിനടുത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്തായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഓക്കെ, അതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ 3 പ്രധാനപ്പെട്ട ഓർഗൻസാണ് ഏതൊക്കെ, അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അല്ലേ, ഡിവിഷനാണ് ഏതൊക്കെ, ഒന്ന് ജുഡീഷ്യറി ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്. ഓക്കെ, ഇത് 3 സെപ്പറേറ്റായിട്ട് പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, എങ്കിൽ മാത്രമേ എന്തുണ്ടാവും, അവിടെ ഒരു ഡിവിഷൻ ഓഫ് പവർ ഇവർക്കിടയിൽ വരൂ. പക്ഷേ ഇന്ത്യയിൽ ഇത് 3 ഒരുമിച്ചാണോ, 3 സെപ്പറേറ്റ് ആയിട്ടാണോ പ്രവർത്തിക്കുന്നത്? അല്ല. കാരണം എന്താണ്, ഇന്ത്യയിൽ ലെജിസ്ലേച്ചറിൽ തന്നെയാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്, എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കുന്നത്. ശരിയല്ലേ? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നാണ് എക്സിക്യൂട്ടീവിനെ ഇന്ത്യയിൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലൊരു കോറിലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പക്ഷേ ജുഡീഷ്യറി എന്തായിരിക്കണം, മസ്റ്റായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയാണോ? ഇന്ത്യയിലെ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ആണോ? ആണ് അല്ലേ? തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരിക്കലും ഡയറക്റ്റ്ലി എക്സിക്യൂട്ടീവിനെ ആരെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. സുപ്രീം കോടതി ജഡ്ജിമാരെയോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരെയോ തിരഞ്ഞെടുക്കാൻ സെലക്ട് ചെയ്യാനോ കഴിയില്ല. അതുപോലെ തന്നെ ലെജിസ്ലേച്ചർ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? ലെജിസ്ലേറ്റീവ് അസംബ്ലി, പാർലമെൻറ്റോ നിയമസഭയോ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാനോ കഴിയില്ല അല്ലേ? തീർച്ചയായും കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരിക്കലും ജുഡീഷ്യറി എന്ന് പറയുന്നത് ആർക്കും മുകളിലാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വക്താവാണെന്ത് ഈ പറയുന്ന ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഓക്കെ, ജുഡീഷ്യറി നമ്മൾ അങ്ങനെയാണ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ സുപ്രീം കോടതിയെ കണക്കാക്കുന്ന ഏത് രീതിയിലാണ്, പ്രൊട്ടക്ടർ ഓഫ് ദ, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിവുള്ള ആൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ട് ഏതെങ്കിലും ഒരു നിയമം കൊണ്ടുവരികയാണ്. ഫോർ എക്സാമ്പിൾ യൂണിയൻ സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ യൂണിയൻ സിവിൽ കോഡിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതുക, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന പ്രൊവിഷന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജുഡീഷ്യറി കണ്ടുപിടിക്കുകയും അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. നമ്മളതിനെക്കുറിച്ച് പഠിക്കും, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അതായത് നിയമസഭയോ അല്ലെങ്കിൽ കേന്ദ്ര പാർലമെൻറ്റോ പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണോ അല്ലെങ്കിൽ ഭരണഘടനാ സാധുതയുള്ളതാണോ എന്ന് നോക്കി, കോൺസ്റ്റിറ്റ്യൂഷണലി അത് വാലിഡ് ആണോ എന്ന് നോക്കി, അല്ലാന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനെയാണ് എന്ത്, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി, അതായത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പിടിവള്ളികൾ, അല്ലെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്, കേരള അല്ലേ, നമുക്കറിയാവുന്ന പോലെ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് നടക്കുകയാണ്, പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ സുപ്രീം കോടതി ഇടപെടാറുണ്ട്. ഓക്കെ, ഇതിനടുത്താണ് ബൈക്യാമറലിസം. എന്താ ബൈക്യാമറലിസം എന്ന് വെച്ചാൽ എന്താ ബൈക്യാമറലിസം? ബൈ എന്നുള്ള പേരിൽ തന്നെയുണ്ട്. അതായത് 2 സഭകളുള്ള
പാർലമെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് 2 സഭകളുണ്ടായിരിക്കണം. കേന്ദ്ര ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, കേന്ദ്ര ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് എന്തുണ്ടായിരിക്കണം? 2 സഭകളുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിന് എത്ര സഭകളുണ്ട്? 2 സഭകളുണ്ട് അല്ലേ? രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്. അല്ലെങ്കിൽ ഒരു അപ്പർ ഹൗസും ഉണ്ട്, ഒരു ലോവർ ഹൗസും ഉണ്ട്. അപ്പർ ഹൗസാണെന്ത്? ഈ പറയുന്ന രാജ്യസഭ എന്ന് പറയുന്നത് അല്ലേ? ഉന്നതമായിട്ടുള്ള പദവി വഹിക്കുന്നതാണെന്ത്? ഈ പറയുന്ന രാജ്യസഭ എന്ന് പറയുന്നത്. അതേസമയം ലോവർ ഹൗസും ഉണ്ട്. അതിനെ എന്ത് നമ്മൾ വിളിക്കും? ലോക്സഭ എന്ന് വിളിക്കും. ലോവർ ഹൗസിനെ ലോക്സഭ എന്ന് വിളിക്കും. അപ്പോൾ എന്താ രാജ്യസഭയെന്ന് വെച്ചാൽ എന്താ? അതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരോടുണ്ട്, എന്താ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. സംസ്ഥാനങ്ങളുടെ സഭയാണെന്ത്? ഈ പറയുന്ന രാജ്യസഭ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇന്ത്യയുടെ സ്റ്റേറ്റിൽ നിന്ന്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ആര് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആര് പ്രവർത്തിക്കേണ്ടത്? രാജ്യസഭ പ്രവർത്തിക്കുന്നത്. ഓക്കെ, പക്ഷേ അതേസമയം ലോക്സഭ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധിയായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? ലോക്സഭ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ലോക്സഭ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്സഭയിലോട്ട് ഡയറക്റ്റ്ലി ആണ് എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റായിട്ടാണ് എലക്ട് ചെയ്ത് ആളുകൾ മത്സരിക്കുന്നത് അല്ലേ? നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ എം പിമാരെയൊക്കെ ലോക്സഭയിലേക്കാണ് നമ്മൾ മത്സരിച്ച് കയറ്റി വിടുന്നത്. അതേസമയം രാജ്യസഭയിലുള്ള എം പിമാരെ നമുക്ക് ഡയറക്റ്റ്ലി ജനങ്ങൾക്ക് വോട്ട് ചെയ്ത് അവിടേക്ക് വിടാൻ കഴിയുമോ? ഇല്ല അല്ലേ? അത് മറ്റുള്ള MLA മാരൊക്കെ കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പീപ്പിൾസ് ഹൗസ് എന്നുകൂടി നമ്മൾ എന്തിനെ പറയും? ഈ പറയുന്ന ലോക്സഭയെ പറയാനുള്ള കാരണം അതാണ്. ഓക്കെ, ഈ രാജ്യസഭ എന്ന് പറയുന്നത്, എന്തിനാണ് രാജ്യസഭ രൂപീകരിക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ രാജ്യസഭ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഫെഡറലിസത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ രാജ്യസഭ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ കാരണം? എന്താ രാജ്യസഭ എന്താണെന്നാണ് പറഞ്ഞത്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറഞ്ഞത്. അതായത് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് രാജ്യസഭ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഫെഡറൽ സിസ്റ്റം നിലനിന്ന് പോകാൻ, അല്ലെങ്കിൽ ഫെഡറൽ ഇക്വിലിബ്രിയം നിലനിൽക്കാൻ എന്താവശ്യമാണ്? ഈ പറയുന്ന ബൈക്കാമറലിസം അല്ലെങ്കിൽ രാജ്യസഭ ആവശ്യമാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിവിടെ ഓർക്കണം. ഓക്കെ, ദെൻ നമ്മൾ ഫൈനലായിട്ട് മറ്റൊരു ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എവിടെയാണ്? യൂണിറ്ററി ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു എന്താണ്? ഫെഡറൽ ഗവൺമെൻറ് ഉള്ളൊരു ഒരു ഭരണഘടനയാണ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് പ്യുവറായിട്ടുള്ള ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണോ? അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല, നോ എന്നാണ് ഉത്തരം. കാരണം എന്താ? ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡ്യുവൽ പൊളിറ്റി ഉണ്ടായിരിക്കാം, ഡിവിഷൻ ഓഫ് പവേഴ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇതെല്ലാം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബൈക്കാമറലിസം എല്ലാം ഉണ്ടായിരിക്കാം. ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെയും ഒരു രാജ്യം പ്യുവറായി 100% എന്തെന്ന് പറയാൻ സാധിക്കില്ല, ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ലോകത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെഡറൽ സ്റ്റേറ്റിന് ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണമായിട്ട് നമ്മൾ കാണുന്ന ഒന്നാമത്തെ രാജ്യം USA ആണ്, അമേരിക്കയാണ്. കാരണം അത് പ്യുവറായിട്ടുള്ളൊരു ഒരു ഫെഡറൽ സ്റ്റേറ്റാണ്. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൻട്രലുണ്ട്, സംസ്ഥാനങ്ങളുണ്ട് അല്ലേ? ഇത് രണ്ടും എന്താണ്? രണ്ടിനും ഈക്വൽ പവറാണുള്ളത്. ഓക്കെ, മറ്റൊരു രാജ്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയിലും ഈ അമേരിക്കയെ പറഞ്ഞ പോലെ അതേ സിസ്റ്റം തന്നെയാണ്, അതേ ഫെഡറൽ സിസ്റ്റം ആണുള്ളത്. ഓക്കെ, പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ, കാനഡയിലോട്ട് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം നമ്മളതിൽ കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, USAയുടെ അതേ തനിപ്പകർപ്പല്ല ഇന്ത്യയിലെ ഫെഡറലിസം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഫെഡറലിസം എന്ന് പറയുന്നത് ഒരു കനേഡിയൻ മോഡലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്തല്ല, ഒരു പ്യുവറായിട്ടുള്ള ഒരു ഫെഡറൽ സിസ്റ്റം അല്ല. അതായത് സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ് ഇന്ത്യയിലുണ്ട്. സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ എന്തല്ല, ഒരു പ്യുവർ ഫെഡറൽ ഗവൺമെൻറ് അല്ല. അതിൻ്റെ അർത്ഥം എന്താ? ഈക്വലായിട്ടുള്ള പവർ ആർക്കിടയിലില്ല, സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഇടയിലില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തന്നെ ഫെഡറലിസം പൊളിഞ്ഞു. ഓക്കെ, ദെൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ഫെഡറൽ സിസ്റ്റത്തെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഒരു ക്വാസി ഫെഡറൽ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. എന്താ ക്വാസി എന്ന് വെച്ചാൽ? എന്താ ക്വാസി? പകുതി എന്ന ഒരു അർത്ഥമൊക്കെയാണുള്ളത്, അല്ലേ? ഹാഫ് എന്നൊരു അർത്ഥമാണുള്ളത്. അതായത് പരിപൂർണമായിട്ടും ഇന്ത്യ എന്തല്ല, ഒരു ഫെഡറൽ ഫെഡറലിസം ഉള്ള ഒരു രാജ്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്താ കാരണം? എന്താ? ഇന്ത്യയിൽ നിരവധി യൂണിറ്റേറിയൻ ഫീച്ചേഴ്സ് ഉണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ നിരവധി യൂണിറ്റേറിയൻ ഫീച്ചേഴ്സ് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അതിൽ ബഹുഭൂരിപക്ഷം എന്താണ്? സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ് ഉള്ളതിൻ്റെ ഒരു കുഴപ്പമാണ്. ഓക്കെ, ഇന്ത്യയിൽ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ് ഉള്ളതാണ് ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റം അല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം.
അപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എന്താണ്, കാര്യം എന്ന് പറയുന്നത് എന്താണ്, സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് അല്ലേ. സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൻട്രൽ ഗവൺമെൻറ് നമുക്കുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും, സംസ്ഥാന ഗവൺമെൻറ് നമുക്കുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് നമുക്കുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ആരാണ് കൂടുതൽ സ്ട്രോങ്, ആരാണ് ഇന്ത്യയുടെ ഒരു കൺസെപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും? സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ്റാണ്. എന്താ അത് പറയാനുള്ള കാരണം എന്താ? ഡിവിഷൻ ഓഫ് പവർ ആർക്കിടയിലുണ്ട്? സംസ്ഥാനങ്ങൾക്കിടയിലും കേന്ദ്രത്തിനിടയിലും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇത് ആർക്ക് അനുകൂലമാണ്? സെൻട്രൽ ഗവൺമെൻറ്റിന് അനുകൂലമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൽ നിരവധി 98 സബ്ജക്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ 52 മറ്റോ ഉൾപ്പെട്ടിട്ടുള്ളൂ അല്ലേ. നമുക്ക് നോക്കി കാണാൻ സാധിക്കും. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിനേക്കാളും സബ്ജക്റ്റ് എവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്? ഈ പറയുന്ന യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളെല്ലാം എവിടെയാണ്? യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടിരിക്കുന്നത് അല്ലേ. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൻസ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, റെയിൽവേ, ന്യൂക്ലിയർ എനർജി, ഇതെല്ലാം എവിടെയാണ് വരുന്നത്? സെൻട്രൽ ഗവൺമെൻറ് കീഴിലാണ് വരുന്നത്, അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? കൺകറൻറ്റ് ലിസ്റ്റ് എവിടെയുണ്ട്? നമ്മുടെ രാജ്യത്തുണ്ടല്ലേ. പക്ഷേ പല കൺകറൻറ്റ് ലിസ്റ്റിലും ഒരു പടി കൂടി അധികാരം ആർക്കുണ്ട്? ഈ പറയുന്ന യൂണിയൻ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്? അതൊന്ന് ഓർത്തിരിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ഞാനൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ കർണാടക അല്ലെങ്കിൽ കേരളം, ഏതെങ്കിലും സംസ്ഥാനം ആയിക്കോട്ടെ, കേരളം അല്ലേ, കേരളത്തിൻ്റെ അതിർത്തി ഒന്ന് നമുക്കൊന്ന് മാറ്റി നിശ്ചയിക്കണം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പേരൊന്ന് മാറ്റി നിശ്ചയിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയോ മറ്റോ തമിഴ്നാടിന് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കുകയോ വേണം. കേരളത്തെ കൊണ്ട് മാത്രം അത് പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. പകരം ആര് വിചാരിക്കണം? പാർലമെൻറ്റ് വിചാരിക്കണം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് വിചാരിച്ചെങ്കിൽ മാത്രമേ എന്ത് നടക്കൂ? ഈ പറയുന്ന കാര്യം നടക്കൂ. ഓക്കെ, അതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇന്ത്യയിൽ എന്ത് വേണം? അതായത് ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി, ടെറിട്ടോറിയലായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ച് ഒരു സംസ്ഥാനത്തിന് വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനാരനുവദിക്കണം? കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഓക്കെ, എന്ന് തന്നെയല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് കേന്ദ്ര ഗവൺമെൻറ് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പേര് മാറ്റാം, അതുപോലെ തന്നെ കേരളത്തിൻ്റെ അതിർത്തി മാറ്റാം, ബൗണ്ടറി മാറ്റാം, ഇതെല്ലാം ചെയ്യാം. ഓക്കെ, സംസ്ഥാന ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അതിപ്പോൾ പാർലമെൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയും? ഈ ആക്ഷൻ എല്ലാം എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, എന്ത് ചെയ്യാൻ കഴിയും? ഏരിയ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, ബൗണ്ടറി ചേഞ്ച് ചെയ്യാം, നെയിം ഏത് സ്റ്റേറ്റിൻ്റെ ആണെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും? പേരും അതുപോലെ ബൗണ്ടറിയും ഏരിയയും എല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യമായിട്ട്, അതായത് ഒരു ബൗണ്ടറി ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലേ. ഒരു സംസ്ഥാനത്തിൻ്റെ ബൗണ്ടറി ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ വലിയൊരു ആക്ഷനാണ്. പക്ഷേ അതിന് എന്താവശ്യമില്ല? സ്പെഷ്യൽ മെജോറിറ്റിയുടെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ മെജോറിറ്റി മാത്രം മതി അല്ലേ. അതായത് ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് വിചാരിക്കുകയാണ് കേരളത്തിൻ്റെ അതിർത്തി ഒന്ന് മാറ്റി നിശ്ചയിക്കണമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കഴിയും, കാരണം സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. ഓക്കെ, അപ്പോൾ ഒരു ഗവൺമെൻറ്റിന് സിമ്പിൾ മെജോറിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുന്നത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ആയിട്ട് കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യനാണ്. എന്താ? ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ട് ചോദിക്കുകയാണ്, എന്താണ്? അതായത് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് ഇവിടെ ഇൻഡസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് മാറ്റാൻ കഴിയാത്ത, ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത ഒരു യൂണിയനും പക്ഷേ മാറ്റാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റുമുള്ള ഒരു രാജ്യമാണ്, ഒരു ഫെഡറേഷനാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ, കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, നേരെ എതിരായിട്ട് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താ പറയുന്നത്? നേരെ എതിരായിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഇൻഡസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഇൻഡസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് യൂണിയനെയും ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, സ്റ്റേറ്റിനെയും ചേഞ്ച് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അല്ലേ. അതായത് അവിടെ എന്താണ്? പാർലമെൻറ്റ് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കൻ കോൺഗ്രസ് വിചാരിക്കുകയാണെങ്കിൽ എന്ത് നടക്കില്ല? സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കാനോ മാറ്റാനോ ചേഞ്ച് ചെയ്യാനോ കഴിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഓർത്തിരിക്കുക. ഓക്കെ, ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ വർഷം വന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക.
അടുത്തത് സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഫെഡറലിസത്തിൻ്റെ വേറൊരു ഫീച്ചറാണെന്ത്? ഡബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ കാര്യം നമുക്ക് നോക്കണ്ട, USA നോക്കുകയാണെന്നുണ്ടെങ്കിൽ USA ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഓരോ സംസ്ഥാനങ്ങൾക്കും എന്തുണ്ടായിരിക്കും? സെപ്പറേറ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പ്യുവറായിട്ടുള്ള ഒരു ഫെഡറലിസത്തിൽ അതുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യ പ്യുവറായിട്ടുള്ളൊരു ഫെഡറലിസം ആണെന്നുണ്ടെങ്കിൽ കേരളത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കും, ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ ഇന്ത്യയിൽ എന്താണ് അവസ്ഥ? എന്താണ് ഇന്ത്യയിൽ ഒരു സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷനാണുള്ളത്. ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഇന്ത്യയിലുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷന് കീഴിലാണ് സെൻട്രൽ ലോയും വരുന്നത്, സംസ്ഥാന നിയമങ്ങളും വരുന്നത് എന്നുള്ള കാര്യമാണ്. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇന്ത്യയിലൊരു റിജിഡായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ്, അതായത് മാറ്റാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഓർത്തിരിക്കുക, എല്ലാ പ്രൊവിഷൻസും അങ്ങനെയല്ല. അതായത് ഇന്ത്യയിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉള്ള കുറേ പ്രൊവിഷൻസും ഉണ്ട്. അതായത് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇന്ത്യൻ ഭരണഘടന നമുക്ക് സിമ്പിൾ മെജോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല പ്രൊവിഷൻസും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. അതായത് വലിയൊരു ഭാഗം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ വലിയൊരു ഭാഗം തന്നെ സിമ്പിൾ മെജോറിറ്റി മതി, സ്പെഷ്യൽ മെജോറിറ്റിയുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരല്പം ഫ്ലെക്സിബിളായിട്ടുള്ളൊരു സ്വഭാവം കൂടി, പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ ഇന്ത്യൻ ഭരണഘടനയെ മാറ്റി എഴുതാൻ, ഒരുപാട് പ്രൊവിഷൻസിന് മാറ്റി എഴുതാൻ കഴിയും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് സെഞ്ചുറി അടിച്ചിട്ടും നമ്മുടെ അമെൻമെൻറ്റ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 100-ലേറെ അമെൻമെൻറ്റ്സ് ഇതിനോടകം തന്നെ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് എന്നുള്ളത് അതിനുള്ളൊരു തെളിവാണ്. അടുത്തായിട്ട് എമർജൻസി പ്രൊവിഷൻസ് നമ്മൾ പറഞ്ഞു. എമർജൻസി പ്രൊവിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിറ്റേറിയൻ സ്വഭാവമുള്ള ഒരു പ്രൊവിഷനാണല്ലേ. ഇപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ? സംസ്ഥാനങ്ങളുടെ സകല അധികാരങ്ങളും ഇല്ലാതാകും. ആ അധികാരങ്ങളെല്ലാം യൂണിയൻ ഗവൺമെൻറ് കീഴിൽ എത്തിച്ചേരും. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ എത്തിച്ചേരും. ഓക്കെ, അപ്പോൾ അവരാണ് ഭരിക്കുന്നത്. സംസ്ഥാനങ്ങളെല്ലാം ഇല്ലാതാവും, സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെല്ലാം ഇല്ലാതാവും. ഓക്കെ, അടുത്തത് സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇപ്പോൾ നമുക്ക് എത്ര സിറ്റിസൺഷിപ്പാണ് ഉള്ളത്? ഇന്ത്യയുടെ ഒരു സിറ്റിസൺഷിപ്പ്, ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പും ഒരു കേരള സിറ്റിസൺഷിപ്പും ഉണ്ടോ? ഇല്ല അല്ലേ. ഒരൊറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ. അതേതാണ്? ഇന്ത്യൻ സിറ്റിസൺഷിപ്പാണ്. മലയാളിയാണെന്ന് പറഞ്ഞ് മലയാളിക്ക് വേറൊരു സിറ്റിസൺഷിപ്പും അല്ലേ, ഡബിൾ സിറ്റിസൺഷിപ്പ് നമുക്കില്ല. പക്ഷേ ഒരു പ്യുവറായിട്ടുള്ള ഒരു ഫെഡറലിസത്തിൽ എന്തുണ്ടാവണമെന്നാണ് പറയുന്നത്? ഒരു ഡബിൾ സിറ്റിസൺഷിപ്പ് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ USA നോക്കുകയാണെന്നുണ്ടെങ്കിൽ USA-യുടെ ഒരു എന്തുണ്ടായിരിക്കും? USA-യുടെ ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഫ്ലോറിഡയിലാണ് ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സാൻ ഫ്രാൻസിസ്കോയിലാണെങ്കിൽ സാൻ ഫ്രാൻസിസ്കോയുടെ ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഫ്ലോറിഡയുടെ ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ സിറ്റിസൺഷിപ്പ് ഉണ്ട്. അപ്പം രാജ്യത്തിൻ്റെ ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ട്, സംസ്ഥാനങ്ങളുടെ സിറ്റിസൺഷിപ്പ് ഉണ്ട്. അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, പക്ഷേ ഇന്ത്യയിൽ എന്താ അവസ്ഥ? ഒറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ. അതും ഫെഡറലിസത്തിന് എതിരാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അടുത്തതാണ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇന്ത്യയിൽ എന്താണെന്നാണ് പറഞ്ഞത്? ഇന്ത്യയിലൊരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ആണുള്ളതെന്നാണ് പറഞ്ഞത് അല്ലേ. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ആണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിലൊരു ഇൻറ്റിഗ്രേറ്റഡ് ജുഡീഷ്യറിയും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഈ ഇൻറ്റിഗ്രേറ്റഡ് ജുഡീഷ്യറി ഉള്ളതുകൊണ്ട് തന്നെ അത് കുറച്ച് ഇൻഡിപെൻഡൻസിനെ ബാധിക്കാനുള്ള ചാൻസും കൂടിയുണ്ട്. ഓക്കെ, അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇപ്പോൾ ഇന്ത്യയിലെ അവസ്ഥ എന്താ? ഇന്ത്യയിലെ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ശബരിമല ഇഷ്യൂ ആരാണ് അതിൻ്റെ വിധി പുറപ്പെടുവിച്ച? ആരാണ്? സുപ്രീം കോടതിയാണല്ലേ. സുപ്രീം കോടതിയാണ് പുറപ്പെടുവിച്ചത്. പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ഉള്ള ഒരു വിധി നമ്മുടെ സുപ്രീം കോടതി പുറപ്പെടുവിക്കാനുള്ള കാരണം എന്താ? കേരള ഹൈക്കോടതി ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ. പക്ഷേ സുപ്രീം കോടതി എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ മൊത്തമുള്ള കോടതി ആയതുകൊണ്ടാണ്. പക്ഷേ ഒരു ഫെഡറൽ സ്റ്റേറ്റിൽ അങ്ങനെയല്ല. അതായത് USA പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ എന്താണ്? സംസ്ഥാനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള കോടതിയുണ്ട്, അവരവരുടെ കാര്യം നോക്കിക്കോളൂ. സെൻട്രൽ ലോയ്ക്ക്, കേന്ദ്രത്തിന് വേണ്ടിയുള്ള അവരുടെ കോടതിയുണ്ട്, അവരവരുടെ കാര്യം നോക്കിക്കോളൂ. ഓക്കെ, അങ്ങനെയാണ് എവിടെയുള്ളത്? ഫെഡറൽ സ്റ്റേറ്റിലുള്ളത്. പക്ഷെ നമ്മുടെ എന്താ സംഭവിക്കുന്നത്?
നമ്മുടെ കേരള ഹൈക്കോടതി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രം സ്വന്തമോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കേരള ഗവൺമെൻറ് കീഴിലുള്ളതോ ആണോ? അല്ല അല്ലേ, അത് സിറ്റുവേറ്റ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം ആരുടെ കീഴിലാണ് വരുന്നത്? സുപ്രീം കോടതിയുടെ കീഴിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ നമ്മൾ ഒരു വിധി പുറപ്പെടുവിച്ച് അതിനെതിരെ നമുക്ക് എവിടെ പോകാൻ കഴിയും? അപ്പീൽ കൊടുക്കാൻ പറ്റും, സുപ്രീം കോടതിയിലിട്ട് പോകാൻ പറ്റും. പക്ഷേ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി അല്ല എന്നുണ്ടെങ്കിൽ ആ അപ്പീൽ കൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയുടെ ഒരു ഹൈക്കോർട്ടിൽ, സുപ്രീം കോർട്ടെന്നാണ് പറയുന്നത് കേട്ടോ, ഹൈക്കോട്ടെന്നല്ല പറയുന്നത്, അവിടുത്തെ ഒരു സുപ്രീം കോർട്ട്, ആ സുപ്രീം കോർട്ടിന് എതിരെ വിധിക്കെതിരെ നമുക്ക് രാജ്യത്തിൻ്റെ സുപ്രീം കോർട്ടിൽ പോകാൻ കഴിയില്ല. കാരണം സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും രണ്ട് ജുഡീഷ്യറിയാണ്, രണ്ട് കോർട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ USA നോക്കുകയാണെങ്കിൽ നേരെ എതിരാണ്. ഫെഡറൽ ജുഡീഷ്യറി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ജുഡീഷ്യറി ഉണ്ട്, രണ്ട് തരത്തിലുള്ള ജുഡീഷ്യറി ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആ രാജ്യങ്ങളിലൊക്കെ ആ രീതിയിലാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല, ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ആണ്. സുപ്രീം കോടതിയുടെ കീഴിലാണ് ബാക്കിയുള്ള എല്ലാ കോടതികളും വരുന്നത്. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ജുഡീഷ്യറി ഉണ്ടോ അല്ലെങ്കിൽ കോടതികളുണ്ടോ? ഇല്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അടുത്തത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഗവർണേഴ്സ്. ഓക്കെ, ഇതും എന്താണ്? കേന്ദ്രത്തിന് വലിയ അധികാരം സംസ്ഥാനങ്ങളുടെ മേലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. എന്താണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഗവർണേഴ്സ് എന്ന് വെച്ചാൽ? ഗവർണർ എന്ന് വെച്ചാൽ ഗവർണർ എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ഒരു ഹെഡാണ് അല്ലേ, സംസ്ഥാനത്തിൻ്റെ ഹെഡാണ്. അതായത് ചീഫ് മിനിസ്റ്ററിനേക്കാളും പദവി ആർക്കാണ്? ഗവർണറിനാണുള്ളത്. ഓക്കെ, ഈ ഗവർണർ ആരാ? ഈ ഗവർണർ എന്ന് പറയുന്നത് ഏജൻറ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻറ്റായിട്ടാണ് സംസ്ഥാനങ്ങളിൽ ഗവർണർ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, സ്റ്റേറ്റിൻ്റെ തലവനെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റ് ആകുമ്പോൾ അവിടെയും സെൻട്രലിനാണ് എന്തുള്ളത്, അധികാരം കൂടുതലുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അമേരിക്കയിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഹെഡ് ആരായിരിക്കണം? എലക്ട് ചെയ്ത ആൾ തന്നെ ആയിരിക്കണം അല്ലേ, എലക്റ്റഡ് ആയിട്ടുള്ള ഒരു അംഗം തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ നേതാവ് തന്നെ ആയിരിക്കണം എന്നൊരു രീതി എവിടെയുണ്ട്? USA ഉണ്ട്. പക്ഷേ കനേഡിയൻ സിസ്റ്റം, ഇന്ത്യൻ മോഡലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി ഒരു യൂണിറ്ററി സ്വഭാവം നമുക്ക് കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ ഇത്രയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ്. ഓക്കെ, ഏത് രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇവിടുന്ന് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വരുമെന്ന് പ്രതീക്ഷിക്കരുത്, അല്ലെങ്കിൽ വൺ വേർഡിന് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്നുള്ള കാര്യം ഒരു കാരണവശാലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പകരം ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും? സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഫെഡറലിസം എന്താണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിഞ്ഞിരുന്നെങ്കിൽ പോലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. അപ്പം നിരന്തരമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ. ഓക്കെ, ഏത് ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ മനസ്സിലാക്കണം. അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ക്ലാരിറ്റി. ഓക്കെ, അതായത് എന്തുണ്ടായിരിക്കണം? ഇപ്പോൾ ഫെഡറലിസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ക്ലാരിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫെഡറലിസം മാത്രമല്ല, എന്തായാലും ശരി തന്നെ. നമ്മൾ ഈ എക്സാമിൽ ചോദിക്കുന്നത് ക്ലാരിറ്റിയാണ് ചോദിക്കുന്നത്. ഇന്ന കാര്യങ്ങൾ അറിയാമോ എന്നല്ല ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൺ വേർഡായിട്ട് മാത്രം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മതിയായിരുന്നു. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ക്ലാരിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ക്ലിയർ ആയിട്ട് നമ്മളത് പഠിക്കുക. എന്താണ് സംഭവം എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. ആഴത്തിൽ പഠിക്കുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ്? ക്ലിയറായി പഠിക്കുക, ക്ലാരിറ്റിയോടുകൂടി പഠിക്കുക എന്നുള്ളത്. ഇത്ര ഒരു കാര്യമാണുള്ളത്. അപ്പം നമ്മളിന്ന് പഠിച്ചത് എന്താണ് ഫെഡറലിസം, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റമായിട്ട് നിലനിൽക്കുന്നത്. പക്ഷേ ഫെഡറൽ സിസ്റ്റം അല്ല ഇന്ത്യ. അതിനുള്ള കാരണം എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.